പെരുന്നാട് കൊലപാതകത്തിൽ വീണ്ടും വ്യാജ പ്രചാരണവുമായി CPM. ജിതിനെ കൊലപ്പെടുത്തിയത് BJP ആണെന്ന് ആവർത്തിച്ച് CPM. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വ്യാജ പ്രചാരണം. കേസിൽ പ്രതികളായ 8 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വീണ്ടും വ്യാജ പ്രചാരണം നടത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക പേജിലാണ് പോസ്റ്റ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന്. മാത്രമല്ല, ഈ പിടിയിലായവരുടെ രാഷ്ട്രീയ ബന്ധം പുറത്ത് വന്നിരിക്കുന്നു. അത് കൃത്യമായി പ്രാദേശിക നേതാക്കന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സംസ്ഥാന തലത്തിൽ ഇപ്പോഴും BJPയെയും RSSനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു നിലപാടുമായി CPM മുന്നോട്ട് പോകുന്നത്? ഈ കൊലപാതകമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരമൊരു വ്യാജ പ്രചാരണത്തിന് CPM തുടക്കം കുറിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി എന്നിവരാണ് ആദ്യം ഇത്തരം പരാമർശങ്ങളുമായി രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM കേരള ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ, CPM കേരള എന്ന പേജിൽ, ഈ പെരുന്നാട്ടെ കൊലപാതകത്തിന് പിന്നിൽ BJP ആണ്, സംഘപരിവാർ ആണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളുടെ രാഷ്ട്രീയം കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. നിഖിലേഷ് എന്ന് പറയുന്നത് CITUവിന്റെ ടിപ്പർ യൂണിയൻ അംഗമായ നിഖിലേഷ്, 4ാം പ്രതിയായിട്ടുള്ള സുമിത്ത്, ഇവരെല്ലാം DYFI CITU അംഗങ്ങളാണ്. ഈ പറയുന്ന ആളുകളെ BJP പ്രവർത്തകർ എന്ന രീതിയിലാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. അതായത് ഞാൻ രാത്രി 8:30 BJPയുടെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട നിഖിലേഷ്, സുമിത്ത്, വിഷ്ണു, പിന്നെ മറ്റു 2 പേരും ചേർന്നാണ് ഒരു യുവാവിനെ മർദ്ദിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം എന്ന് പറയുന്നത്. അതായത് പോലീസ് വരെ ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയമില്ല, മറ്റു പ്രശ്നങ്ങളാണ് എന്നുള്ളത് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടി കൊല ചെയ്യപ്പെട്ട ആളും പ്രതികളായിട്ടുള്ള ആളുകളും CPMന്റെയും DYFIയുടെയും CITUവിന്റെയും ഒക്കെ പ്രവർത്തകരുമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വ്യാജ പ്രചരണം CPM നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ ഈ പറയുന്ന സംസ്ഥാന ഘടകത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരം ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് BJP സംഘം കരുതിക്കൂട്ടി അക്രമം നടത്തുകയായിരുന്നു എന്നുള്ളത് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതും ഈ കൊലപാതകം BJPയുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള ഗൂഢശ്രമം, പ്രത്യേകിച്ച് രാഷ്ട്രീയ കാരണമില്ലെന്ന് പോലീസ് FIR വന്നതോടുകൂടി ആ ഗൂഢശ്രമം പൊളിഞ്ഞിരിക്കുന്നു. എന്നിട്ട് കൂടി CPM പറയുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ BJP ആണ് എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിഖിലേഷിന്റെയും സുമിത്തിന്റെയും ഒക്കെ പേരെടുത്തു പറഞ്ഞാണ്, ഇവരെയൊക്കെ BJP പ്രവർത്തകരായി മുദ്രകുത്തിക്കൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമായ കാരണങ്ങളില്ല എന്ന് പറയുമ്പോൾ പോലും അവിടെ നേരത്തെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി, ആ രാഷ്ട്രീയ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ഈ പോസ്റ്റിലൂടെ CPM ശ്രമിക്കുന്നുണ്ട്. അനിൽ നമ്പ്യാർ. യെസ്, പെരുന്നാട് കൊലപാതകത്തിൽ വീണ്ടും വ്യാജ പ്രചാരണവുമായി CPM. ജിതിനെ കൊലപ്പെടുത്തിയത് BJP ആണെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.